നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നബിദിന ആശംസകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണിച്ചു തരുന്നു. ആഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ തിരൂർ ബ്യൂറോ പറയുന്നത് അതായത് ഈ നബിദിനത്തിൽ ഘോഷയാത്ര ഉണ്ടാവാറുണ്ട്. അപ്പൊ രണ്ടിടത്തും ഓടിയെത്തുന്ന ബുദ്ധിമുട്ട് ഇല്ല എന്നാ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര കഴിയുന്ന സമയത്ത് തിരുവോണ സദ്യയാവും. ഘോഷയാത്ര നേരെ കഴിഞ്ഞ് ഇരിക്കുന്നു, സദ്യ കഴിക്കുന്നു എന്നാ ബ്യൂറോ പറയുന്നത്. അതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ റിപ്പോർട്ടിലേക്ക്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇപ്പൊ പാടിയ പാട്ട് പഴയതാണെങ്കിലും ഇപ്പോഴുള്ള പുതിയ പാട്ടിനേക്കാളും ഒക്കെ എത്രയോ മേലെയാണ് ഇപ്പം ഇതിൻ്റെ ആ കടപ്പ്. എന്താ വെച്ചാൽ ഇപ്പൊക്കെ അവിടെ ഡിസ്കോ മാതിരിയുള്ള പല പാട്ടുകളുമാണ്. അതിനനുസരിച്ച് കുട്ടികൾ ഡിസ്കോ കളിച്ചാണ്ട് ഓണം എന്താണെന്നോ ഓണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നോ ഒന്നും ചിന്തിക്കാതെ ഏതെങ്കിലും വാക്കുകൾ എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് തോന്നിയ മാതിരിയുള്ള പാട്ടുകളാണ് ഇതുപോലുള്ള. അതിന് പാട്ടിനെ പറ്റി കുറച്ച് നമ്മളതിനെ പറ്റി ഓരോ വരിക്കും അർത്ഥങ്ങളുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ട എല്ലാവർക്കും അറിയാം ഇത് മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്തെ അവിടെയുള്ള ആളുകൾ എല്ലാവരും ഒരേ മാതിരിയാണ്. അത് കാണാനല്ല, ജീവിതത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് സമൂഹത്തിൽ വേണ്ടത് എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം ശരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട. അടുത്ത ആപത്തങ്ങ് ആർക്കും ഒട്ടില്ലതാനും ആമോദത്തോടെ വസിക്കും കാലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് അതിൽ തന്നെ വരുന്നുണ്ട്. ഇന്ന് എന്താ വല്ല സന്തോഷമുണ്ടോ? ഇന്ന് ബ്രോസ്റ്റ് തിന്നിട്ടുള്ള സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ഓണം ആഘോഷിക്കുന്ന ആ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഇന്നില്ല. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി, സദ്യയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, കറികളെല്ലാം ആയതാണ്. ഇനിയിപ്പോൾ നമുക്ക് നൗഷാദും കുടുംബമെല്ലാം വരാനുണ്ട്. അവരെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അവനവിടുന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, എത്തിയിട്ടില്ല. ഓടാണെന്നുള്ള ഓർമ്മയൊന്നും പോലും ഇല്ല തോന്നുന്നു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. നൗഷാദ് വന്നു, കുട്ടികൾ നൗഷാദൊക്കെ വന്നു. സദ്യ വിളമ്പിക്കോ മാഷേ? സദ്യയൊക്കെ റെഡിയാക്കിയോ? അടപ്പായസം നിർബന്ധം കേട്ടോ. അടപ്പായസം തന്നെയല്ലേ? ഇത്ര നബിദിന്റെ റാലിയെ കുറച്ച് നേരം പിടിച്ചു, അതുകൊണ്ടാണ് എത്താൻ കുറച്ച് വൈകിയത്. കുട്ടികളായാലും മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തവണത്തെ ഓണസദ്യ നിങ്ങളെ കൂടെ തന്നെ ഉഷാറാക്കി. ഓക്കെ, സെറ്റല്ലേ? നബിദിനാഘോഷത്തിൻ്റെ മധുരവും ഓണസദ്യയും അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ് എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.